കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷ് ആകെപ്പാടെ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. കാരണം ആകാശ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മഹേഷിന്റെ മനസ്സ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര നല്ല ഫിറ്റായിട്ടും ആകാശ് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം മാത്രം വീണ്ടും മഹേഷിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിപ്പി തന്റെ മകളല്ല, അവന്റെ മകളാണ്. വേണമെങ്കിൽ DNA ടെസ്റ്റിന്റെ ബലം വരെ തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ എന്റെ ഭഗവാനെ? അപ്പൊ ഇത്രയും കാലം രചന തന്നെ ചതിക്കുമായിരുന്നോ എന്നൊരു ചിന്ത ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ഇതൊന്നും ഇഷിതയെ ചിപ്പി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇഷിതയുടെ മനസ്സിൽ മഹേഷ് നല്ലവണ്ണം മദ്യപിച്ചു വന്നു. അത് പാർട്ടി കൂടിയിട്ട് മദ്യപിച്ചു വന്ന് ചിപ്പിമോളെ ചീത്ത പറഞ്ഞു. ആ ഒരു വിചാരം ആയിരുന്നു. അപ്പൊ ചിപ്പിമോളെ മാക്സിമം ഇഷിത ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും ചിപ്പിമോളുടെ മനസ്സിൽ മഹേഷിനൊരു ദേഷ്യവും തോന്നാൻ പാടില്ല. പിന്നീട് പറഞ്ഞു, അതെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മോളുടെ അപ്പൊ അമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. അതെനിക്കറിയാം, അമ്മയുണ്ടെന്ന് പറയണം. ഞാൻ അമ്മേനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇഷിത പറഞ്ഞു, അതെ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാന്നറിയാം? ഇല്ല, അതെ എനിക്ക് എന്റെ മോളോടാ ഇഷ്ടം, ചിപ്പി മോളോടാന്ന് പറയണം. വാ അമ്മ മോൾക്ക് ഫുഡ് എടുത്ത് തരാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോളെ കൊണ്ടുപോയിട്ട് ചിപ്പി മോൾക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കുക. അതിന് ശേഷം പറഞ്ഞു കിടക്കാന്ന് പറയണം. ഇത് കേട്ടും ചിപ്പി മോള് പറഞ്ഞു, എനിക്കിപ്പൊ കിടക്കണ്ട അമ്മേ, എനിക്ക് അമ്മയോടെ കിടന്നാൽ മതി എന്ന് പറയണം. എന്നൊരു കാര്യം ചെയ്യാം, അമ്മ മോളോടൊപ്പം കിടക്കാന്ന് പറയണം. കാരണം സമയം കുറെ വൈകിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ചിപ്പി മോൾക്ക് ക്ലാസ്സിൽ പോകണ്ട. പിന്നീട് ചിപ്പിമോളെ അവിടെ കൊണ്ടേ കിടത്തുക. ഇഷിത പിന്നെ അരിയെ കിടത്തുകയാണ്. ചിപ്പിക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേന് ചിപ്പിമോള് പതുക്കെ ഉറങ്ങിപ്പോയി. ഇഷിതയുടെ കയ്യിലേക്ക് കിടന്നിട്ടാണ് ചിപ്പിമോൾ ഉറങ്ങുന്നത്. കാരണം ചിപ്പിമോൾക്ക് ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്നേഹമൊക്കെ കിട്ടുന്നത്. ഇതിനു മുമ്പ് രചനയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. പിന്നെ അച്ഛമ്മയുടെ കൂടെ നല്ല വളർന്നു വന്നേ. ചിപ്പിമോൾ ഒറ്റയ്ക്കൊരു മുറിയിലായിരുന്നാലും ആദ്യമായിട്ടാണ് അമ്മയുടെ ഒരു സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ ചിപ്പിമോൾ അറിയണത് തന്നെ. ഇങ്ങനെ ചിപ്പിമോൾ അടുത്ത് കിടന്നു കഴിയുമ്പോഴത്തേന് എന്തെന്നില്ലാത്തൊരു സുരക്ഷിതത്വമൊക്കെ ഇഷിതയ്ക്കും തോന്നുകയാണ്. പിന്നീട് ചിപ്പിമോൾ ഇറങ്ങിയതിന് ശേഷം ഇഷിത പതുക്കെ എഴുന്നേക്കുക. എഴുന്നേറ്റ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നീട് ഇഷിത പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുവാണ്. മാറ്റിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതേ കിടപ്പ് തന്നെയാണ് കിടക്കണേ. ഇതെന്നെ എഴുന്നേക്കാത്തൊന്നോർത്ത് എഴുന്ന ഡ്രസ്സൊക്കെ മാറ്റണമല്ലോ. പതുക്കെ പോയി ഇഷിത മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷ് കുറെ സമയം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മൂളിക്കൊണ്ട് പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് നല്ല ഒന്നാമത്തെ കാര്യം ദേഷ്യം വന്നു. ഇട്ടിട്ട് പോകുന്നതിന്റെ ദേഷ്യം വേറൊന്ന്. അതിനേക്കാൾ ഉപരി രചന പറഞ്ഞ വാക്കുകൾ, ഇയാൾക്ക് ആരോട് സ്നേഹമില്ല, ഇയാൾക്ക് സ്നേഹമുണ്ട് ഇയാളോട് മാത്രമാണ്. അതൊക്കെ മനസ്സിൽ കിടക്കുവാണ്. താൻ ആ സമയത്ത് രചനയുടെ മുന്നിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹേഷ് നല്ലവനാണ്, എന്റെ ഭർത്താവാണ്, താൻ അവനെ സ്നേഹിക്കും പക്ഷേങ്കില് തനിക്ക് ചിപ്പിമോളോട് മാത്രമേ ഇഷ്ടമുള്ളൂ. മഹേഷിനെ താൻ സ്നേഹിക്കുന്നുണ്ടോ അത് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയെന്നുണ്ടായിരുന്നില്ല ഇഷിതയ്ക്ക്. പിന്നീട് മഹേഷിനോട് പറഞ്ഞു, ഇതേ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കിടക്കാൻ പറയണം. ഇത് കേട്ട മഹേഷ് പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഇഷിതയ്ക്ക് നല്ല സങ്കടവും ദേഷ്യം വന്നു. ഇഷിത പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇഷിത നേരെ അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് ഇന്നപ്പത്തേനും ചിപ്പിമോള് അപ്പോഴും നല്ല ഉറക്കം തന്നെയാണ്. പിന്നീട് ഇഷിത ചിപ്പിമോളുടെ അരിയിൽ കയറി കിടക്കുക. ഈ സമയം മഹേഷിന്റെ ഉള്ളിലാണ് വല്ലാത്തൊരു കുറ്റബോധവും വിഷമമൊക്കെ. ഒരിക്കലും താന് ഇഷിതയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. തന്റെ മനസ്സിലെ ടെൻഷൻ തനിക്കല്ലേ അറിയത്തുള്ളൂ. അവന്റെ വാക്കുകളാണ് ചെവി മുഴങ്ങി കേട്ടോണ്ടിരിക്കുന്ന ആകാശിന്റെ വാക്കുകൾ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ടെൻഷനായി. അങ്ങനെ പതുക്കെ മഹേഷ് ഇഷിതയുടെ ചിപ്പിമോളുടെ മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഇഷിതേനെയാണ് കണ്ടത്. പാവം വേണ്ടിയിരുന്നില്ല, താൻ കുഞ്ഞിനോട് അങ്ങനെ ദേഷ്യപ്പെട്ട് പറയേണ്ടിയിരുന്നില്ല. കുഞ്ഞെന്ത് പഠിച്ചു? ഒരുപക്ഷെ അവൻ വെറുതെ പറയുന്നതായിരിക്കും. ആകാശ് തന്നെ തറ പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് മഹേഷ് പതുക്കെ ചിപ്പിമോളുടെ അരിയിലേക്ക് ഇരിക്കുകയാണ്. ചിപ്പിമോളുടെ അരി ഇരുന്നിട്ട് കവിളത്തൊക്കെ തലയിലൊക്കെ തലയോടിയിട്ട് അവൾക്കൊരു ഉമ്മ കൊടുക്കുകയാണ്. ഇത് പതുക്കെ കണ്ണു തുറന്നു നോക്കിയാൽ ഇഷിത കണ്ടു. ഇഷിതയ്ക്ക് മനസ്സിലായി ചിപ്പിമോളോടുള്ള ഇഷ്ടമുണ്ട്. അതാണ് ചിപ്പിമോളോട് ദേഷ്യപ്പെട്ട് പോലും ഉറങ്ങാൻ കഴിയാതെ മഹേഷ് രാത്രി വന്ന് ചിപ്പിമോൾക്ക് ഉമ്മയെ കൊടുക്കണേന്ന് മനസ്സിലായി. തൽക്കാലത്തേക്ക് ഒന്നും കണ്ടില്ലെന്ന് ഭാവിച്ച് കിടക്കുക തന്നെയെന്ന് വിചാരിച്ചിട്ട് ഇഷിത അനങ്ങാതെ അവിടെ കിടക്കുവാണ്. ആ സമയം ആകാശ് ഭയങ്കര സന്തോഷത്തിലാണ്. ആകാശ് രജനോട് പറഞ്ഞു, ഇന്നത്തോട് കൂടിയിട്ട് അവന്റെ കാര്യത്തിലൊരു തീരുമാനം എന്ന് പറയാം. അതെന്താ ആകാശ് അങ്ങനെ പറഞ്ഞേ? അവന്റെ മനസ്സിലേക്ക് ഞാനൊരു ബോംബ് പൊട്ടിച്ചു വിട്ടിട്ടുണ്ടെന്ന് പറയണേ. ബോംബ്? എന്ത് ബോംബ്? ഞാൻ പറഞ്ഞല്ലോ, മഹേഷിന്റെ അല്ല ചിപ്പിമോള് എന്റേതാന്നുള്ള കാര്യം. അത് പറഞ്ഞ ഇപ്പൊ തന്നെ അവന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് തോന്നേ. കാരണം ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടതും രചന പറഞ്ഞു, അങ്ങനെ പറയണ്ടായിരുന്നു ആകാശേ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എന്ത് വിചാരിച്ചു കാണാം എന്നെ കുറിച്ച്? അതിനകത്ത് എന്താ കാര്യം? ഇപ്പൊ നീ അവന്റെ കൂടെ അല്ല ജീവിക്കുന്നേ, എന്റെ കൂടെ അല്ല ജീവിക്കണേ.
ഇപ്പൊ എന്റെ കുഞ്ഞാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കുറെ വർഷം മുമ്പ് നമ്മൾ തമ്മിലുള്ള റിലേഷനാണ്. അതെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ആകാശിന് അറിയാവുന്ന കാര്യമല്ലേ അത് മഹേഷിന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം. അത് എനിക്കറിയാം. പക്ഷേങ്കിൽ അത് അവനറിയില്ലല്ലോ. അവന്റെ വിചാരം എന്താ? ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവനൊരു സംശയം ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ. ഇനി ആ സംശയം ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓരോ ദിവസം അവനെ ആദ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കും. അവസാനം അവനിങ്ങനെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തും. ആ സമയത്ത് നമുക്ക് ചിപ്പിമോളെ സ്വന്തമാക്കാണ്ട് പറ്റും. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ DNA ടെസ്റ്റിന്റെ ബലമൊക്കെ തരാന്ന്. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പത്തിന് അവന് ഉറപ്പായും തോന്നേ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഉടനെ തന്നെ ചിപ്പിമോളെ നമുക്ക് കിട്ടും. ഇഷിതയും മഹേഷും തമ്മിൽ ഡിവോഴ്സ് ആവുകയും ചെയ്യും. എന്റെ ഐഡിയ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഐഡിയ കൊള്ളാം. പക്ഷെ മഹേഷ് ഇത് വിശ്വസിക്കണമെന്നില്ല. DNA ടെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അത് അപ്പോഴത്തെ കാര്യമല്ലേ. അവൻ ആ DNA ടെസ്റ്റിന്റെ ബലവും ചോദിച്ചുകൊണ്ട് വരുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ കോടതിയെ സമീപിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ ചിലപ്പോൾ ചില ടെൻഷൻ കാണുമായിരിക്കും. ഇവര് പറയുന്നതൊക്കെ സത്യമാണല്ലോ എന്നൊരു ചിന്ത കാണുമായിരിക്കും. അവൻ ആ ഭയം വേണമെന്ന് പറയാണ്. രചന പറഞ്ഞു, നമ്മൾ തീയും കൊണ്ടാ കളിക്കണം, ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, അത്യാവശ്യം മിനിമം തീയും കൊണ്ടെങ്കിലും നമ്മൾ കളിക്കണ്ടേ? അവന്റെ മുന്നേ നമുക്ക് പിടിച്ചിരിക്കണം, ജയിക്കണം. ഒരു കാരണവശാലും അവൻ ജയിച്ചു കൂടെന്ന് പറയാണ്. അതേ വന്നേ, ഇന്നത്തെ രാത്രി നമുക്ക് ആഘോഷിക്കാനുള്ളതാ. അവനെ എല്ലാ രീതിയിലും അവന് നല്ല അടിയിലേക്ക് ഇട്ടിരിക്കുന്നേ. അവനെ നമുക്ക് തറ പറ്റിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. നാളെ നേരം ഒന്നും വെളുത്തേട്ടെ എന്ന് പറയാണ്. ഇനി നാളെ നേരം വെളുക്കുമ്പോൾ, ഇന്ന് മദ്യലഹരിയിലായിരുന്നല്ലോ, നാളെ നേരം വെളുത്തു കഴിയുമ്പോഴത്തേനും സ്വഭാവത്തോട് കൂടിയിട്ട് വേണം അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയാനെന്ന് പറയാം. അങ്ങനെ അവര് കിടക്കാനായിട്ട് പോവാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത എഴുന്നേറ്റ് വന്നിട്ട് ആകാശം ചിപ്പുമോളും ഒന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഇഷിത കയറി ചായയൊക്കെ ഉണ്ടാക്കി ചായ ആയിട്ട് നേരെ മഹേഷിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. മഹേഷിനെ വിളിച്ച് ഉണർത്തി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഉറക്കച്ചവളോടെ എഴുന്നേറ്റ് നോക്കുവാണ് ഇഷിതേനെ. ഇഷിതവന് ചായ എന്ന് പറയണം. അതവിടെ എങ്ങനെയും വെച്ചേക്കാൻ പറയാം. പിന്നീട് ഇഷിത എഴുന്നേറ്റിച്ചു, അല്ല ഇന്നലത്തെ കെട്ടും മട്ടും ഒക്കെ വിട്ടോന്ന് ചോദിക്കുകയാണ്. എന്ത് കെട്ട്? ഇന്നലെ എന്ത് നല്ല ഫിറ്റായിരുന്നു അറിയാവോ? എന്തൊക്കെ നിങ്ങൾ വിളിച്ചു കൂവിയെന്നറിയാവോ? പാവം ചിപ്പിമോള്, അവള് നിങ്ങളുടെ മോളല്ലേ. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും സ്നേഹം ആ കുട്ടിയോട് കാണിച്ചുകൂടെ? ഇതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായതാ. പക്ഷെ ഞാൻ അതൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അച്ഛനല്ലേ അവളോട് സ്നേഹം കാണുന്നു. പക്ഷെ ഇന്നലെ കൊണ്ട് എനിക്ക് മനസ്സിലായി അവൾ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാ ഡാഡി അമ്മയും വരുന്ന കാത്തിരുന്നേ. അന്നേരം നിങ്ങൾ എന്താ ചെയ്തേ? മദ്യവെച്ച് 4 കാലി വന്നു. അവിടെ മൈൻഡ് പോലും ചെയ്തില്ല. ആ കുഞ്ഞു മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടായിരുന്നു അറിയാവോ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നൊക്കെ പറയാം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, എന്റെ മുൻപേ നിന്ന് മാറി പോകുന്നുണ്ടോ? അവൾ ഓരോ പുരാണങ്ങൾ പറഞ്ഞിട്ട് വന്നിരിക്കുന്നു മനുഷ്യൻ സമാധാനം കളയാനായിട്ട് എന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ഞാനൊന്നും പറയണില്ല. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് കൂടുതലായിപ്പോ, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാണ്. പിന്നീട് മഹേഷിന് നല്ല ദേഷ്യം വന്നു. പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ? എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു. ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഇവളും കൂടെ വിവാഹം കഴിച്ചാന്നെ. ഇപ്പോഴാണ് ചിപ്പിമോളും ആകാശിന്റെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇനി ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കുമോ? അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരവസ്ഥയെ. അങ്ങനെ അതിനൊക്കെ ശേഷം ചായ കുടിച്ചതിന് ശേഷം മഹേഷ് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇഷിത അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ചിപ്പിമോളെ കൊണ്ട് ഇഷിത സ്കൂളിൽ വിടുവാണ്. അതിനുശേഷം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് റെഡിയാവണം ഓഫീസിൽ പോകാനായിട്ട്. ഈ സമയം ഇഷിതയോട് ചോദിച്ചാൽ നീ വരണില്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയണം. മഹേഷ് എന്നാൽ ശരി ഞാൻ പോയേക്കോ എന്ന് പറയണം. ആ സമയത്താണ് മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് വിളിച്ചത് ആകാശായിരുന്നു. ആകാശ് വിളിച്ചിട്ട്, ഞാൻ എന്തൊക്കെയുണ്ടേ മഹേഷ് സാറെ വിശേഷങ്ങളൊക്കെ സുഖമൊക്കെ അല്ലേന്ന് ചോദിക്കണം. നീ എന്തിനാ ഇപ്പൊ എന്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കാം. എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്റെ കുഞ്ഞ് നിന്റെ കൂടെ ഇല്ലേ, എനിക്ക് അവനെ വേണോടെന്ന് പറയണം. നിന്റെ കുഞ്ഞോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആകാശേ, എന്റെ കുഞ്ഞ് തന്നെയാടാ, പറഞ്ഞല്ലോ. അതിന് ഒരു തെളിവിന്റെ ആവശ്യമില്ല. ഇനി തെളിവ് വേണമെങ്കിൽ നീ വാ, നിനക്ക് ഈ സമയം തന്നെ ഞാൻ തെളിവ് തരാന്ന് പറയാ. അവൾ എന്റെ മോളാന്ന് തെളിയിക്കുന്ന എന്ത് രേഖയാണ് നിനക്ക് വേണ്ടേ? DNA ടെസ്റ്റിന്റെ ഫലം വേണമെങ്കിലും തരാന്ന് പറയാണ്. അതൊരു നഗ്നമായ സത്യമാടാ. നീ ഇനി എത്രയെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിന്റെ അച്ഛനാവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. ഈ ആകാശാരാ നിനക്ക് എതിരായിട്ട് പറഞ്ഞിട്ടില്ല. നീ ശരിക്കും ഈ ആകാശിനെ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. മഹേഷിന് ഭ്രാന്ത് പിടിക്കുന്നുള്ള തോന്നി. മഹേഷ് ഭിത്തിക്കിട്ട് പോയി ഇടിക്കുവാണ്. ഇത് കണ്ടപ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഒരു കാരണവശാലും മഹേഷിന് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. സാധാരണ ഫോൺ വിളിച്ച് ടെൻഷൻ അടിക്കുന്നേക്കാളും കൂടുതൽ ടെൻഷനായിരുന്നു മഹേഷിനെ കാണിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഇഷിത എന്നിട്ട് ചോദിച്ചു, എന്താ മഹേഷേ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മഹേഷോട് ഞാൻ ഒന്നുമില്ല, എനിക്കറിയാം എന്തോ കാര്യമുണ്ട്. ഇന്നലെ ആ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് പോയതിന് ശേഷമാണ് മഹേഷിന് ഈ മാറ്റമൊക്കെ ഉണ്ടായിരിക്കുന്നത്. സത്യം പറ അവിടെ വെച്ച് എന്താ ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് മഹേഷ് പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ. ഇത് കേട്ട് ഇഷിത പറഞ്ഞു, എനിക്കറിയാം എന്തോ ഒരു കാര്യമുണ്ട്. അത് ചിപ്പിമോളെ മഹേഷിനെയൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞാൽ കൂടിയേ തീരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, കൂടുതലൊന്നും പറയാനില്ല നിന്നോട് എനിക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇഷിത മഹേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, മഹേഷേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനെന്ന് പറയണം. എന്ത്? ഒന്ന് ചിപ്പിമോളെ കുറിച്ചാ. കാരണം ചിപ്പിമോളുടെ മനസ്സ് ഇനിയും വേദനിപ്പിച്ചുകൂടാ. ഇന്നലെ വന്ന പോലെ രാത്രിയിലൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ചിപ്പിമോൾക്ക് അത് വല്ലാത്ത വിഷമം. കയറി വരുന്നതിന് മാത്രമല്ല
എന്തൊക്കെ വാക്കുകളോ ഇന്നലെ മഹേഷ് ഉരുവിട്ടാന്നറിയാവോ? അതൊക്കെ ചിപ്പിമോളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും പാടില്ലെന്ന് പറയാണ്. മഹേഷ് നിന്നെ ഉപദേശമാണോന്ന് ചോദിക്കും. ഉപദേശമല്ല മഹേഷേ, അറിയാലോ ഞാൻ നിങ്ങളെ പ്രേമിച്ച് വിവാഹം കഴിച്ചല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചല്ല, ചിപ്പിമോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് നിങ്ങളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലൊരു സംശയം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും മഹേഷിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് നിന്നോട് ഇത്തിരി പോലും ഇഷ്ടമില്ല. പറഞ്ഞു കേട്ടല്ലോ. ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാ ആ ഒരു രീതി നിന്നാൽ മാത്രം മതി. അതിനപ്പുറത്തേക്ക് ഒരു ഭാര്യയുടെ അമിത സാന്ദ്രം എടുത്തോണ്ട് വരണ്ടെന്ന് പറയണം. അപ്പോഴേക്കും രാമനാഥൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഒച്ചപ്പാടെന്ന് ചോദിക്കണേ? ഒന്നുമില്ലാന്ന് പറയണ. നീ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതല്ലേ? അതെ, പിന്നെ എന്തിനാ നീ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നേ? ഒന്നുമില്ലച്ചാന്ന് പറയണ. എന്നാ പോകാൻ പറയണ. അങ്ങനെ മഹേഷിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. പിന്നീട് ഇഷിതയോട് ചോദിച്ചു, അല്ല മോൾക്ക് ഓഫീസിൽ പോകണ്ടേന്ന് ചോദിക്കും. പോണം. ഓഫീസിലല്ല, ഹോസ്പിറ്റലിൽ പോകണ്ടേന്ന് ചോദിക്കും. പോണമെന്ന് പറയണ. എന്നാൽ ശരി, മോൾ റെഡിയായിട്ട് പോകാൻ പറയണ. അങ്ങനെ റെഡിയാവുന്ന സമയത്തും ഇഷിതയുടെ മനസ്സ് നിറയും ആ കാര്യങ്ങളൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിലും മഹേഷ് ഇത്രയധികം കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടോ, അതോ ഇനിയിപ്പോൾ എന്താ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട്. മഹേഷിന്റെ മനസ്സിൽ അതാണ് വല്ലാതെ പിടിച്ചു ഒലിക്കുന്നത്. പിന്നീട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനുമാണ് ആ കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് ഇഷിത ഓർക്കുന്നത്. ആതിരയുടെ മുറിയിൽ ഒരു CCTV വെക്കുന്ന കാര്യത്തെക്കുറിച്ച്. ആതിരയുടെ മുറിയിൽ ഒരു CCTV വെക്കുവാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ആതിരനെ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വന്നപ്പോഴും തനിക്ക് അറിയാണ്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ കള്ളന്മാരെ കൈയോടെ കൂടെ പിടികൂടാനും സാധിക്കും. എങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ഇഷ്ടത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഉറപ്പായിട്ടൊന്നും മഹേഷിന്റെ കുഞ്ഞ് തന്നെയാണ്. അവൻ ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ പറ്റിയാലും മഹേഷിന്റെ കുഞ്ഞ് തന്നെയാണ്. DNA ഫലം എന്നൊക്കെ പറഞ്ഞ് ആകാശ് ചുമ്മാ പറഞ്ഞിരിക്കുന്ന അത് മഹേഷിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട്, കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അവന്റെ തന്ത്രങ്ങളൊക്കെ അങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട് മഹേഷ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.